ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? മീലോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ജാപ്പനീസ് ജെല്ലി കോഫി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. ഫസ്റ്റ് ബൈറ്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിലും പിന്നെ ഞാനത് കാലിയാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ വീഡിയോയിൽ മനസ്സിലാവും. എങ്ങനെ പോയി എല്ലാവരുടെയും എല്ലാവരും അടിച്ചു പൊളിച്ചു. പിന്നെ ഇപ്പോൾ വിഷു വരാറായില്ലേ? അപ്പോൾ ഇത് നോക്കി ആദ്യം ഇഷ്ടപ്പെടാഞ്ഞ് ബൈറ്റ് എടുത്ത് കുപ്പി ഞാൻ ഈ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് അതിനായിട്ട് പോയിട്ട് ഈ ജാറൊക്കെ വാങ്ങി വന്ന് സെറ്റാക്കിയതാ. കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാറില്ല, ഇനി ഇടണം. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നമ്മുടെ ആ കോഫീൻ്റെ അളവ് എത്ര വേണോ അത്രയുള്ള വെള്ളം. അതിലേക്ക് ഞാൻ 2 രൂപേൻ്റെ ബ്രൂ കോഫി 3 പാക്കറ്റും ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് 3 ടേബിൾ സ്പൂൺ ജലാറ്റിനും കൂടിയാണ് ചേർത്തത്. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തു. അയ്യോ, കുറേ കാലമായില്ലേ സംസാരിച്ചിട്ട്. എന്നിട്ട് അത് ഞാൻ എന്ത് ചെയ്തു, ആ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. സെറ്റാവാൻ വെക്കണ്ട നമുക്ക്. ഇത് ജാറിലേക്ക് ഒഴിച്ചത് ചെറിയ ചൂടോടെയാണ്. ഈ ജാറിൽ നിന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് തണുപ്പിക്കാം. തിരക്കുള്ളവർക്ക് ഫ്രീസറിൽ വെക്കാം. എനിക്ക് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത് തന്നെ. തിരിഞ്ഞ് നോക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. വേറെയും പണിയുണ്ടായിരുന്നു. പണീൻ്റെ ഇടയിൽ ഇതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പണിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു കപ്പിലേക്ക് സെറ്റ് ചെയ്തു. അപ്പം പാല് നല്ല വെള്ളം ചേർക്കാതെ തിളപ്പിച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തു. പിന്നെ ഞാൻ എന്താക്കി, ആ കോഫീൻ്റെ ജെല്ലീൻ്റെ മുകളിലും കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡും പിന്നെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടെ മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ അധികം മധുരം ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചു. കോഫി മധുരം കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല. ഇതാണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്തിരുന്ന് ഇതാ എൻജോയ് ചെയ്യായിരുന്നു, ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം യൂട്യൂബിൽ മൊത്തം ഇങ്ങനെയാണ്. അപ്പോൾ ശരി കേട്ടോ, ടാറ്റാ, ബൈ ബൈ.